ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു പാൻറ്റ് കട്ട് ചെയ്താലോ? നമുക്കിത് എളുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് 42 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദ ലെങ്ത് ആണ്. അതായത് ലെങ്ത്താണ് ഞാൻ 42 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹിപ്പ് സൈസ് നോക്കാം. ഹിപ്പ് സൈസ് എനിക്ക് 40 ആണ്. 4% എടുക്കാം നമുക്ക്. ഇനി 2 ഇഞ്ച് എലാസ്റ്റിക്കും പിന്നെ 1 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 13.5 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 ഇഞ്ച് എലാസ്റ്റിക്കിന് വേണ്ടി കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ച് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് നോക്കിയിട്ട് ചെയ്യാം. എനിക്കിവിടെ ഒരു ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 1 ഇഞ്ച് കൊടുത്തത്, 2 ഇഞ്ച് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രോച്ച് ഏരിയയിലേക്കുള്ളത് നോക്കാം. ക്രോച്ച് ഏരിയയിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത 2 ഇഞ്ചില്ലേ, അവിടുന്ന് തൊട്ട് വേണം താഴോട്ടേക്ക് വേണം ക്രോച്ച് ഏരിയയിൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടുന്ന് വെച്ചിട്ടാണ് നമ്മൾ 14 എടുക്കേണ്ടത്. 14 ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ 14 ആയിരിക്കും എല്ലാവർക്കും. കുട്ടികൾക്ക് മാത്രം ഒരു 11 to 12 വരെ ആയിരിക്കും കുട്ടികൾക്ക്. നമ്മളെ വലിയവർക്ക് ഒരു 14 ആയിരിക്കും വേണ്ടി വരിക. അപ്പം ഇനിയും കുറച്ച് അമിത വണ്ണമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ 15, 16 ആവാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഡ്രോ ചെയ്ത് കൊടുക്കാം. ഒരു ലൈൻ പോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ആ 2 ഇഞ്ച് എടുത്തതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ മെഷർമെൻറ്റ് എടുക്കാൻ തുടങ്ങേണ്ടത് അവിടെ നിന്നായിരിക്കണം. ഇനി നമുക്ക് 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഭാഗം വരച്ചത് തെറ്റായി പോയിട്ടുണ്ട്. അവിടെ നല്ല വരയ്ക്കേണ്ടത് ഇപ്പുറത്തു നിന്നാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് കാണിച്ചത് തെറ്റാണ്, സെക്കൻഡ് ഉള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അവിടെ ഞാനൊരു ഇൻറ്റു മാർക്ക് ഇടുന്നുണ്ട്, അവിടെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അത് തെറ്റാണ്. ഇനി ഇങ്ങോട്ടേക്കാണ് നമ്മൾ 2 ഇഞ്ച് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു കർവ് വരച്ചു കൊടുക്കാവുന്നതാണ്. ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാ ഇപ്പം നമ്മൾ കർവൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ വരച്ചെടുത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ആ ഇൻറ്റു ചെയ്തെടുത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾക്ക് ടോട്ടല് 16 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതായത് 13.5 എന്ന് എടുത്തെടുത്തുനിന്ന് താഴോട്ടേക്ക് വന്നേരം 14 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 16 ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 16 കിട്ടിയെടുത്തുനിന്ന് നമ്മൾ 16ൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുവയ്ക്കണം. 16ൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8-ന് താഴോട്ടേക്ക് ലൈന് വരച്ചു കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി താഴോട്ടേക്ക്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. നിങ്ങളിങ്ങനെ ലൈന് വരയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, താഴത്തോട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇനി നമുക്ക് താഴത്തോട്ട് ഒരു ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കതെന്ത് ചെയ്യാം, അവിടുന്ന് അങ്ങോട്ടേക്ക്, അതായത് അടിഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് 3 ഇഞ്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച്, അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 3 ഇഞ്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കാം. അതായത് 3 ഇഞ്ച് വരച്ചെടുത്തെന്നാണ് ഡ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡ്രോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അടിവശത്ത് ഒരു ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വരെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. എന്നിട്ടാണ് ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ എന്തായാലും 3 ഇഞ്ച് ഉണ്ട്, പ്ലസ് 0.5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതും കൂടി നമ്മൾ ചേർത്തിട്ട് നമുക്കിങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അവിടെ എന്തായാലും ഡ്രോ ചെയ്യണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നത്. ഇങ്ങനെ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ എടുത്ത ലൈൻ തൊട്ടിട്ട് ഈ നേരത്തെ 1/2 ഇഞ്ച് എടുത്ത ലൈൻ വരേക്ക് നമുക്ക് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ക്രോച്ച് ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് ഒരു ലൈൻ, അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം തൊട്ടിട്ട് നമ്മൾ നേരത്തെ ഇപ്പോഴത്തെ സൈഡിലുള്ള 3 ഇഞ്ചില്ലേ, അതായത് നേരത്തെ റൈറ്റ് സൈഡിലാണ് ചെയ്തതെങ്കിൽ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള 3 ഇഞ്ചിലേക്ക് അവിടെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അവിടെ എക്സ്ട്രാ നമ്മൾ
തയ്യൽ തുമ്പൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവിടേക്ക് നമുക്ക് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. നടുക്ക് നമ്മൾ ഡ്രോ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നതെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമ്മൾ ക്രോച്ച് ഏരിയയില്ലേ അവിടേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ്. അത് നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് എടുക്കുക. ബാക്ക് പോർഷനിൽ നമുക്ക് ഇരിക്കുമ്പോൾ കുറച്ച് പ്രശ്നം വരുന്നതിനാണ് കീറി പോവുക ചെയ്യും തുണി. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് അവിടെ എടുക്കുന്നത്. താഴത്തോട്ട് നമ്മളുടെ 1 ഇഞ്ച് എടുത്താൽ മതി. ഞാൻ 2 ഇഞ്ചല്ല എടുക്കുന്നത്, 1 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. കൈകൊണ്ട് കാണാനായിട്ടാണ് ഞാൻ മാറ്റി എടുക്കുന്നുണ്ട് 1 ഇഞ്ച്. അതെ, 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ 1 ഇഞ്ച് 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് നമുക്കൊരു ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ വരച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറ്റുന്നില്ലായിരുന്നു, വീഡിയോ ഒന്നാമത് ഓണാണ്. അപ്പോൾ എനിക്കങ്ങനെ, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്കങ്ങനെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും അപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യണേ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്യണേ. എനിക്ക് ഈ വീഡിയോ ഒന്നാമത് ഓണാണ്. ഞാൻ ഒരു സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ചട്ടീൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ടുള്ളത്. അപ്പം എന്നിട്ട് നമുക്കിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ക്രോച്ച് ഏരിയയിൽ വരുമ്പോൾ നമുക്കൊന്ന് കേർവ് പോലെ ആക്കിയെടുക്കാം. വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ആവുന്നത് കേട്ടോ. വീഡിയോ ഇടാൻ ലേറ്റ് ആയതും അതുകൊണ്ടാണേ. ഇനി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനത് സ്പീഡാക്കിയതാണേ. എന്നിട്ട് നമുക്ക് ഈ ഭാഗവും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ 2 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഭാഗം മാറ്റി വെക്കാം, 2 പീസ് മാറ്റി വെക്കാം. എന്നിട്ട് അടിയത്തെ 2 പീസ് മാറ്റി വെച്ചിട്ട് മുകളിലത്തെ 2 പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, മുകളിലത്തെ 2 പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, അടിയത്തെ 2 പീസ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലത്തെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ മുകളിലത്തെ പീസ് മാറ്റി വെക്കാൻ പറഞ്ഞത് ലൈൻ അതേപോലെ ഉള്ളതുകൊണ്ടാണ്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമ്മളൊന്ന് നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നടുക്ക് ഇതാ സ്കെയിൽ വെച്ചിട്ട് അവിടേക്കൊന്ന് ലൈന് വരച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോച്ച് ഏരിയയിൽ നിങ്ങൾക്ക് അടിച്ചു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അവിടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. അപ്പം എന്തിനാണെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പാർട്ട് 2 വേണോ?